ചാലക്കുടി പുഴയിൽ ജലനിരപ്പ് ഉയർന്നപ്പോൾ വെള്ളപ്പൊക്കം ഒഴിവാക്കാൻ സഹായിച്ചത് കണക്കൻകടവിലെ തകർന്ന ഷട്ടറുകളാണെങ്കിലും മഴയൊഴിഞ്ഞാൽ കുടിവെള്ളം മുട്ടിക്കുന്നതും ഈ ഷട്ടറുകളായിരിക്കും. ഉയർത്താനും താഴ്ത്താനും കഴിയാത്ത നിലയിൽ 3 ഷട്ടറുകളാണ് തകർന്നിരിക്കുന്നത്. ജലനിരപ്പ് ഉയർന്നാൽ ഷട്ടറുകൾ ഉയർത്താൻ ക്രെയിൻ ഉൾപ്പെടെയുള്ള യന്ത്രങ്ങൾ ഉപയോഗിക്കുന്നതിന് നിർദ്ദേശിക്കുമെന്ന് കഴിഞ്ഞ ദിവസം മന്ത്രി ഒ.ജെ. ജനീഷിനൊപ്പം കണക്കൻകടവിൽ സന്ദർശനം നടത്തിയ തൃശൂർ ജില്ലാ കളക്ടർ അറിയിച്ചിരുന്നു. ഇക്കാര്യത്തിൽ ഇടപെടൽ നടത്തുന്നതിന് എറണാകുളം ജില്ലാ കളക്ടറുമായി ആശയവിനിമയം നടത്തുമെന്നും ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ പറഞ്ഞിരുന്നു. അതേസമയം തകർന്ന ഷട്ടറുകൾ അറ്റകുറ്റപ്പണി നടത്തി യഥാസമയം താഴ്ത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ചാലക്കുടി പുഴയിലെ വെള്ളം ക്രമാതീതമായി ഒഴുകിപ്പോകും. കൂടാതെ വേലിയേറ്റത്തിൽ കായലിൽ നിന്ന് ഉപ്പുവെള്ളം കയറാനും ചാലക്കുടി പുഴയിലെ വെള്ളം ഉപയോഗശൂന്യമാകാനും ഇടയാക്കും. കണക്കൻകടവ് പാലവും ഷട്ടറും മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ മണ്ഡലപരിധിയിലാണ്. കണക്കൻകടവിൽ 1999 ഷട്ടറുകൾ നിർമ്മാണം നടത്തിയപ്പോൾ തന്നെ ചോർച്ചയുണ്ടായിരുന്നു. ആദ്യ 5 വർഷം ഷട്ടറിലെ ചോർച്ച തടയുന്നതിന് മണൽ നിറച്ച ചാക്കുകളാണ് ഉപയോഗിച്ചിരുന്നത്. ഈ ശ്രമം വിജയിക്കാതെ വന്നപ്പോഴാണ് താൽക്കാലിക മണൽ തടയണ നിർമ്മാണം ആരംഭിച്ചത്. സ്ഥിരം ഷട്ടറിൽ നിന്ന് 750 മീറ്ററോളം മാറി കോഴിത്തുരുത്ത് ഭാഗത്താണ് ഡ്രഡ്ജിംഗ് നടത്തി തടയണ നിർമ്മിക്കാറുള്ളത്. ഓരോ വർഷവും ഇതിനായി 30 ലക്ഷത്തോളം രൂപയാണ് ചെലവാക്കുന്നത്. ഈ വിഷയം ചാലക്കുടി പുഴയെ കുടിവെള്ളത്തിനും ജലസേചനത്തിനും ആശ്രയിക്കുന്ന തൃശൂർ ജില്ലയിലെ കുഴൂർ, അന്നമനട, പൊയ്യ പഞ്ചായത്തുകളെ ബാധിക്കും. ടി